ലോഞ്ച് ബോക്സ് അവതരിപ്പിക്കുന്ന കോഡ് ആൻഡ് പ്ലേ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഗെയിമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് കുറച്ചധികം ആനിമേഷനുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ ആ ആനിമേഷൻസ് ഉണ്ടാക്കുന്ന വീഡിയോകളൊക്കെ കണ്ടിട്ട് വരിക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗെയിമാണ്. ആ ഗെയിം ഞാൻ ഡെമോ ചെയ്ത് കാണിച്ചു തരാം. ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു റോക്കറ്റ് ഇതുപോലെ താഴോട്ട് വരുന്നുണ്ടോ? ആ റോക്കറ്റ് നമുക്ക് ലെഫ്റ്റ് ഓർ റൈറ്റ് ആരോ കീ യൂസ് ചെയ്തിട്ട് മൂവ് ചെയ്യാം. ആ റോക്കറ്റിനെ കൃത്യമായിട്ട് ഈ ഒരു ഗ്രീൻ പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു യു വിൻ എന്നുള്ള മെസ്സേജ് ഇവിടെ എഴുതി വരും, അല്ലെങ്കിൽ ഗെയിം ഓവർ എന്നുള്ള മെസ്സേജ് ഇവിടെ എഴുതി വരും. ഒരു പ്രാവശ്യം ഞാൻ കളിച്ച് കാണിച്ചു തരാം. ഈ റോക്കറ്റിനെ ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്യുക, ആരോ കീ യൂസ് ചെയ്ത് മൂവ് ചെയ്യുക. കൃത്യമായിട്ട് ഇതുപോലെ പ്ലാറ്റ്ഫോമിന്റെ മുകളിലാണ് നിങ്ങൾ ലാൻഡ് ചെയ്യുന്നത് എങ്കിൽ യു വിൻ എന്നുള്ള മെസ്സേജ് കാണാൻ പറ്റും, അഥവാ നിങ്ങൾ ഗെയിം ജയിക്കുകയാണ്. ഓക്കെ, അവിടെ ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ യു ലൂസ്, റൈറ്റ്? സോ ഒരു പ്രാവശ്യം കൂടി ഞാൻ കളിക്കുകയാണ്. സോ ഞാൻ കളിക്കുകയാണ്. സോ ഇപ്രാവശ്യം എനിക്ക് ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. സോ ദിസ് ഗെയിം ഓവർ, റൈറ്റ്? സോ ഈ ഗെയിമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ പ്രൊജക്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് പ്രൊജക്ടിന് ഒരു പേര് കൊടുക്കാം. റോക്കറ്റ് ലാൻഡിംഗ് എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. ഈ പ്രൊജക്ടിനകത്ത് ആവശ്യമുള്ള സ്പ്രൈറ്റുകൾ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമുക്കിവിടെ ക്യാറ്റിന് ആവശ്യമില്ല. സോ ഞാൻ ഈ ക്യാറ്റിന്റെ സ്പ്രൈറ്റ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ആർ യു ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ് ദി സ്പ്രൈറ്റ്? യെസ്. ആൻഡ് നമുക്ക് ആവശ്യമുള്ള ഓരോ സ്പ്രൈറ്റുകളായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ചൂസ് എ സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ആദ്യം എനിക്ക് ആവശ്യമുള്ളത് ഒരു റോക്കറ്റാണ്. റോക്കറ്റ് ഷിപ്പ് എന്ന് പറയുന്ന ഒരു സ്പ്രൈറ്റ് ഇവിടെ അവൈലബിൾ ആണ്. അത് ഞാൻ സെലക്ട് ചെയ്യാം. പിന്നീട് എനിക്ക് ആവശ്യമുള്ളത് ഒരു പ്ലാറ്റ്ഫോമാണ്. ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ്. അതിനെ ഇതിനകത്ത് സ്ക്രാച്ചിനകത്ത് അതിനെ പാഡിൽ എന്നാണ് വിളിക്കുന്നത്. പാഡിൽ എന്ന് പറയുന്ന സ്പ്രൈറ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ പാഡിൽ കാണാൻ പറ്റുന്നതാണ്. പാഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ റോക്കറ്റ് ഷിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, പാഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഗെയിം ഓവറും യു വിൻ എന്നും കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് സ്പ്രൈറ്റുകളാണ്. എഴുതി വെച്ചിട്ടുള്ള രണ്ട് സ്പ്രൈറ്റുകളാണ്. ആ രണ്ട് സ്പ്രൈറ്റുകളും സ്ക്രാച്ചിനകത്ത് ബൈ ഡിഫോൾട്ട് അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ അതിനെ വരച്ചുണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഈ ഇതിന്റെ മുകളിൽ ചൂസ് എ സ്പ്രൈറ്റ് എന്നുള്ളതിന്റെ മുകളിൽ മൗസ് കൊണ്ടുവെക്കുക. ക്ലിക്ക് ചെയ്യരുത്. അതിന്റെ മുകളിൽ മൗസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇവിടെ ബൈ ഡിഫോൾട്ട് ഈ ചൂസ് എ സ്പ്രൈറ്റ് എന്നുള്ള ഈ ബട്ടണാണ് ക്ലിക്ക് ആവുന്നത്. ഇവിടെ ഇതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും അതാണ് നടക്കുന്നത്. അതിന്റെ തൊട്ട് മുകളിലായിട്ട് പെയിന്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പെയിന്റ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ കോസ്റ്റ്യൂംസ് എന്നുള്ള ഏരിയയിൽ ഒരു പുതിയ കോസ്റ്റ്യൂം വരച്ചുണ്ടാക്കാനുള്ള ഓപ്ഷൻ, ഒരു പുതിയ സ്പ്രൈറ്റ് ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. സ്പ്രൈറ്റ് 1 എന്നാണ് അതിന്റെ പേര്. അതിന് നമുക്ക് വരയ്ക്കാനുള്ള ഒരു സ്പേസും ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ എൻ്റെ സ്പ്രൈറ്റിനെ വരയ്ക്കാൻ പോകുന്നത്, റൈറ്റ്? സോ ഞാൻ ഇവിടെ താഴെ ഒരു റെക്റ്റാങ്കിൾ കാണുന്നുണ്ട്. ആ റെക്റ്റാങ്കിൾ എടുക്കുകയാണ്, എന്നിട്ട് ഇവിടെ വരക്കുകയാണ്, റൈറ്റ്? ഇതിനകത്തുള്ള കളറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം. ഫില്ലിനകത്ത് പോയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കളർ വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യണം. ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഇതിനെ മാറ്റാം. ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ചേഞ്ച് ഇറ്റ്, റൈറ്റ്? നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ ചേഞ്ച് ചെയ്തോളൂ. ഇതിനകത്ത് ഞാൻ ഈ ടി ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഐ എം ഗോയിങ് ടു റൈറ്റ് സംതിങ് ഇവിടെ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ഗെയിം ഓവർ എന്ന് പറയുന്ന ഒരു സ്പ്രൈറ്റ് ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഗെയിം ഓവർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നില്ല. അത് കാണാതിരിക്കാനുള്ള കാരണം അത് കറുത്ത കളറിൽ തന്നെയാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളതാണ്. അത് മുഴുവൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് വേറെ എന്തെങ്കിലും ഒരു കളർ, തൽക്കാലം വൈറ്റ് കളറിലേക്കോ വേറെ ഏതെങ്കിലും ഒരു കളറിലേക്ക് നമുക്ക് മാറ്റാം. വൈറ്റ് കളറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, വൈറ്റ് കളറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വലുതാക്കാം. അവിടെ പ്രസ് ചെയ്ത് ഇങ്ങനെ വലുതാക്കി കഴിഞ്ഞാൽ ഗെയിം ഓവർ എന്നുള്ള സ്പ്രൈറ്റ് റെഡി ആയി വന്നിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ രണ്ട് സ്പ്രൈറ്റിനെയും ഒന്നിച്ച് സെലക്ട് ചെയ്ത ശേഷം ഈ സെലക്ട് ബട്ടൺ സെലക്ട് എന്നുള്ള ഈ ഒരു സെലക്ട് ചെയ്യുക, ടൂൾ സെലക്ട് ചെയ്യുക. സെലക്ട് എന്നുള്ള ഈ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇതിനെ രണ്ടിനെ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ഇതിനൊന്ന് സെൻറ്ററിൽ അലൈൻ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഒരു സെൻറ്റർ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഒരു സെൻറ്ററിൻ്റെ ഒരു മാർക്ക് കാണാൻ പറ്റുന്നില്ലേ? ആ മാർക്കിൽ കറക്റ്റായിട്ടൊന്ന് കൊണ്ടുവെക്കുക. സോ നമ്മുടെ ഗെയിം ഓവർ സ്പ്രൈറ്റ് ഏകദേശം റെഡി ആയിട്ട് അതിവിടെ വന്നിട്ടുണ്ട് അല്ലേ? ഞാനത് ഈ ഗെയിം ഓവർ സ്പ്രൈറ്റിനെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഗെയിം ഓവർ സ്പ്രൈറ്റിൻ്റെ മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ആയി വന്നിട്ട് ഇപ്പോൾ ഈ രണ്ടാമത്തെ സ്പ്രൈറ്റ് ടൂൾ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് അവിടെ ഞാൻ പോയിട്ട് ഗെയിം ഓവർ എന്നുള്ളതിന് പകരം ഇവിടെ ലെറ്റ്സ് ടൈപ്പ് സംതിങ് എൽസ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് യു വിൻ എന്നാക്കി മാറ്റുക. യു വിൻ. ഇതാണ് നമ്മുടെ അടുത്ത സ്പ്രൈറ്റ്. ഇതിനെയും ഒന്ന് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യാം. കറക്റ്റ് സെൻറ്ററിൽ ഒന്ന് നോക്കാം. ഓക്കെ, സോ നമുക്കിപ്പോൾ രണ്ട് സ്പ്രൈറ്റുകൾ റെഡി ആയിട്ടുണ്ട്. ഒരു ഗെയിം ഓവർ സ്പ്രൈറ്റും ഉണ്ട്, ഒരു യു വിൻ സ്പ്രൈറ്റും ഉണ്ട്, റൈറ്റ്? ഈ രണ്ട് സ്പ്രൈറ്റുകളിൽ തൽക്കാലം ഞാൻ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ നമുക്കിത് മുകളിൽ വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. തൽക്കാലം ഞാൻ ഇതിനൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സ്പ്രൈറ്റ് 1 സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഹൈഡ് ബട്ടൺ ഇവിടെ രണ്ട് ബട്ടണും കാണാൻ പറ്റും. ഇത് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ബട്ടണാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാണാതിരിക്കണമെങ്കിൽ ഹൈഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ദിസ് ഇസ് ഹൈഡ് ബട്ടൺ ആൻഡ് ദിസ് ഇസ് ഷോ ബട്ടൺ. ഹൈഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, അതിവിടെ ഹൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ എന്ത് ചെയ്യുന്നു? യു വിൻ എന്നുള്ള സ്പ്രൈറ്റിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിനെയും ഹൈഡ് ചെയ്യുന്നു, റൈറ്റ്?
രണ്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് കാണിക്കാം. തൽക്കാലം നമുക്ക് അതിന് ആവശ്യമില്ല. തൽക്കാലം നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് റോക്കറ്റ് ഷിപ്പ് ആൻഡ് പാഡിൽ. റോക്കറ്റ് ഷിപ്പിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. റോക്കറ്റ് ഷിപ്പിനകത്ത് അടിയിൽ കുറെ തീയുടെ ചിത്രമൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് ആവശ്യമില്ല. അതൊക്കെ ഞാൻ മായ്ച്ചു കളയാൻ പോവാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വീണ്ടും കോസ്റ്റ്യൂമിനകത്തേക്ക് വരിക, റോക്കറ്റ് ഷിപ്പിന്റെ കോസ്റ്റ്യൂമിനകത്തേക്ക് വരിക. എന്നിട്ട് ഇവിടെ മായ്ക്കാനുള്ള ഇറേസർ ഉണ്ട്. സെലക്ട് ആൻഡ് ഇറേസർ. ഇറേസ് എവരിത്തിങ്, റൈറ്റ്? ഇതൊക്കെ ഇറേസ് ചെയ്ത് കളയാം. കുറച്ച് സമയം എടുത്തിട്ട് പതുക്കെ ഇറേസ് ചെയ്താൽ മതി, തിരക്കില്ല. പതുക്കെ നിങ്ങളുടേതായ സമയം എടുത്തിട്ട് ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, ഞാൻ ഏകദേശം അതിനെ ഇറേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് വേണമെങ്കിൽ ഇറേസ് ചെയ്തോളൂ. തൽക്കാലം ഐ ആം ഹാപ്പി വിത്ത് ദിസ്. ഓക്കെ, സോ എൻ്റെ റോക്കറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതുപോലെ പാഡിലും ഏകദേശം റെഡി ആയിട്ടുണ്ട്. സ്പ്രൈറ്റ് 1ഉം സ്പ്രൈറ്റ് 2ഉം, നമ്മുടെ ഗെയിം ഓവർ സ്പ്രൈറ്റും യുവിൻ സ്പ്രൈറ്റും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം പാഡിലിനെ ഒന്ന് കോഡ് ചെയ്യാം. പാഡിലിനെ ഒന്ന് റെഡിയാക്കാം. പാഡിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? ആ ഗെയിം ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പാഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? പാഡിൽ അതാണ് ചെയ്യുന്നത്. സോ പാഡിലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. സോ പാഡിലിനെ പൊസിഷൻ ഞാൻ ഫിക്സ് ചെയ്തു. പാഡിൽ ഇവിടെയാണ് എനിക്ക് മൂവ് ചെയ്യേണ്ടത് ഞാൻ അസ്യൂം ചെയ്യാണ്. ഈ പൊസിഷനിൽ നിന്ന് നമ്മുടെ പാഡിൽ ലെഫ്റ്റും റൈറ്റും പോയിക്കൊണ്ടേയിരിക്കണം. അതായത് ഇവിടെ വരെ വരിക, തിരിച്ച് ഇങ്ങോട്ട് പോവുക അല്ലേ? അതിന് വേണ്ടിയിട്ട് ഞാൻ പാഡിൽ സെലക്റ്റഡ് ആണ്, കോഡിനകത്തേക്ക് പോകുന്നു. വെൻ ഗ്രീൻ ഫ്ലാഗ് ഇസ് ക്ലിക്ഡ്, ഞാൻ അവരോട് പറയണം ഇവന്റ്സിനകത്ത് പോവുക. എന്നിട്ട് വെൻ ഗ്രീൻ ഫ്ലാഗ് ഇസ് ക്ലിക്ക്, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പാഡലിനോട് ഗ്ലൈഡ് ചെയ്യാൻ പറയുകയാണ്. മോഷനകത്ത് ഗ്ലൈഡ് എന്നുള്ള ഒരു ബ്ലോക്ക് ഉണ്ട്. ഗ്ലൈഡ് 1 second 2. എവിടത്തേക്ക് ഗ്ലൈഡ് ചെയ്യാൻ? എവിടെ ഉണ്ടെങ്കിലും ഈ ഒരു പൊസിഷനിലേക്ക് 192 - 158 എന്ന പൊസിഷനിലേക്ക് ഗ്ലൈഡ് ചെയ്യാൻ പറയാം. അതാണ് ഈ ഒരു പൊസിഷൻ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തിരിച്ച് ഇപ്പുറത്തരത്തേക്ക് ഗ്ലൈഡ് ചെയ്യണം. ഈ പൊസിഷൻ എത്രയാ? -196. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പൊസിഷൻ ആണ്. മൈനസ് ചേർത്താൽ മതി. -192 - 158. -158 എന്നുള്ളത് y ആക്സിസ് ആണ്. y ആക്സിസ് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അതേ പൊസിഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ നമുക്ക് പോകേണ്ടത്. സോ y ആക്സിസ് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, x ആക്സിസിനെ മാത്രം ഞാൻ മാറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ മൈനസ് ചേർത്താൽ മതി. 192 മുമ്പിൽ -192 ചേർത്താൽ മതി. സോ ലെഫ്റ്റ് സൈഡ് കിട്ടി, നമുക്ക് റൈറ്റ് സൈഡ് കിട്ടി. നമുക്കൊന്ന് ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് നോക്കാം. ആ റൈറ്റ് സൈഡിലേക്ക് പോകുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു, അവിടെ നിൽക്കുന്നു. റൈറ്റ്, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ? ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ, നമുക്ക് 4 hour റിപ്പീറ്റ് ചെയ്യണം. അതുകൊണ്ട് കൺട്രോളിനകത്ത് പോവുക, 4 hour ഇവിടെ അറ്റാച്ച് ചെയ്യാം. സോ വെൻ ഗ്രീൻ ഫ്ലാഗ് ഇസ് ക്ലിക്ഡ്, അവർ ഇടത്തോട്ടും വലത്തോട്ടും പോയിക്കൊണ്ടേയിരിക്കും. റൈറ്റ്, ഈ രീതിയിൽ മാത്രമല്ല വേറെ ടെക്നിക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ പാഡലിനെ ഇതുപോലെ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതാണ് സിംപ്ലസ്റ്റ് വേ. നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ടെക്നിക്ക് വെച്ചിട്ടും ഈ പാഡലിനെ മൂവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ടെക്നിക്ക് വെച്ചിട്ടും ഈ പാഡലിനെ മൂവ് ചെയ്യാവുന്നതാണ്. തൽക്കാലം നമ്മുടെ പാഡ് ലെഫ്റ്റ് റൈറ്റ് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പാഡലിന്റെ പരിപാടി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റോക്കറ്റിനെയാണ് കോഡ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ചെയ്യാണ്, റോക്കറ്റിനെ ക്ലിക്ക് ചെയ്യണം. റോക്കറ്റിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ റോക്കറ്റിന്റെ സൈസ് ഒന്ന് കുറക്കാൻ പോവാണ്. എനിക്ക് റോക്കറ്റ് ഒരുപാട് വലുതായിട്ട് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ റോക്കറ്റിന്റെ സൈസ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൈസ് ഇപ്പോൾ 100 ആണ്. ഞാനതൊരു 70 ആക്കാൻ പോവാണ്. 70 ആക്കിയിട്ട് 100 വെച്ച് കഴിഞ്ഞാൽ റോക്കറ്റ് ബി സ്മോളർ. റോക്കറ്റ് കുറച്ച് ചെറുതായിട്ടുണ്ട്. ഇനിയും ചെറുതാക്കണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചെറിയ വാല്യൂ കൊടുക്കണം. 50 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ചെറുതായി വരുന്നതായിരിക്കും. സോ ഐ കീപ് 70 തന്നെ ഞാൻ ഹാപ്പിയാണ്. സോ എനിക്ക് ഇനി ചെയ്യേണ്ടത് ഈ റോക്കറ്റ് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഈ ഒരു പൊസിഷനിൽ താഴോട്ട് 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 വരിക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മുടെ ഗെയിമുകൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ എലിമെന്റ്സിനെ ആയിട്ട് നമ്മൾ കോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. സോ ആദ്യത്തെ പരിപാടി അതാണ്. അങ്ങനെ താഴോട്ട് വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മോഷൻ കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ആദ്യം ഇതിനെ പതുക്കെ പതുക്കെ താഴോട്ട് കൊണ്ടുവരാം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്. സോ റോക്കറ്റിന്റെ ഇനീഷ്യൽ പൊസിഷൻ ഞാൻ ഫിക്സ് ചെയ്യാണ്. അത് ഏകദേശം ഈ ഒരു പൊസിഷൻ എന്ന് വിചാരിച്ചു. 100 നമുക്കൊരു 100 0 എന്നുള്ള പൊസിഷൻ ഫിക്സ് ചെയ്യാം. 0 സെൻട്രൽ പൊസിഷൻ ആണ്. എക്സ് 0 എന്ന് പറയുമ്പോൾ സെൻട്രലായിരിക്കും ഉണ്ടാവുക. വൈ നമുക്കൊരു 100 പ്ലേസ് ചെയ്ത് നോക്കാം. 100 ദിസ് ഓക്കെ. ഈ ഒരു പൊസിഷനിൽ നമ്മുടെ റോക്കറ്റ് താഴോട്ട് വരാൻ തുടങ്ങട്ടെ. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്താലും എൻ്റെ റോക്കറ്റ് ഈ ഒരു സ്ഥലത്തേക്ക് വരണം. അതിന് വേണ്ടിയിട്ട് മോഷനകത്ത് പോകുന്നു. ഗോ ടു എന്നുള്ള ബ്ലോക്ക് ഉണ്ട്. 0 100 എന്ന് പറയുന്ന ഈ ബ്ലോക്കിനെ ഇവിടെ അറ്റാച്ച് ചെയ്യാം. റൈറ്റ്, സോ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റോക്കറ്റ് ഇവിടെ വന്ന് നിന്നോളും. ഇനി നമുക്ക് വേണ്ടത് പതുക്കെ 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 ഇതിനെ താഴോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുള്ള ഒരു വഴി നമുക്ക് ഒരു ലൂപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. സോ കൺട്രോളിനകത്ത് പോകുന്നു. എന്നിട്ട് ഞാൻ 4 hour എന്ന് പറയുന്ന ബ്ലോക്ക് യൂസ് ചെയ്യുന്നു. 4 hour എന്താ ചെയ്യേണ്ടത്? റോക്കറ്റ് 4 hour താഴോട്ട് വന്നുകൊണ്ടേയിരിക്കണം. താഴോട്ട് വരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് വാല്യൂ വേണം മാറ്റേണ്ടത്, വൈ വാല്യൂ വേണം മാറ്റേണ്ടത്. എക്സ് വാല്യൂ മാറ്റി കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ആണ് പോവുക. വൈ വാല്യൂ കുറക്കുകയാണ് വേണ്ടത് അല്ലേ? വൈ വാല്യൂ ഇപ്പോൾ 100 ആണ്. വൈ വാല്യൂ കുറച്ച് 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 കൊണ്ടുവരാം. അത് കുറച്ച് കൊണ്ടുവരുന്നതനുസരിച്ച് എന്ത് ചെയ്യും? താഴോട്ട് 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 വരും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ മോഷനകത്ത് ചേഞ്ച് വൈ ബൈ എന്ന് പറയുന്ന ബ്ലോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചേഞ്ച് വൈ ബൈ എന്ന് പറയുന്ന ബ്ലോക്ക് ഉണ്ട്. അത് ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം. ചേഞ്ച് വൈ ബൈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 10 വെച്ച് കൂടിക്കൊണ്ടേയിരിക്കും. 100 ഉള്ളത് 110 ആവും, 120 ആവും, 130 ആവും അല്ലേ? അങ്ങനെ നമുക്ക് ഇത് മുകളിലോട്ട് റോക്കറ്റ് മുകളിലേക്കാണ് പോവുക. നമുക്ക് താഴോട്ടാണ് വരുന്നത്. സോ ചേഞ്ച് വൈ ബൈ ഞാനൊരു
10 കൊടുത്ത് നോക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റോക്കറ്റ് താഴോട്ട് വരുന്നുണ്ട് അല്ലേ, താഴോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ താഴെ എത്തുമ്പോൾ നിൽക്കും, കാരണം അതിന് താഴോട്ട് പോകാൻ പറ്റില്ല, സ്റ്റേജിൻ്റെ ഏറ്റവും എൻഡിലെത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ആവും. സോ ഓരോ പ്രാവശ്യം ഗ്രീൻ ഫ്ലാഗ് വെക്കുമ്പോൾ താഴോട്ട് വരുന്നുണ്ട്. എനിക്ക് സ്പീഡ് ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്നു. സോ 10 സ്റ്റെപ്പ് വെച്ച് കുറക്കണ്ട, ഒരു 2 സ്റ്റെപ്പ് വെച്ച് കുറച്ചാൽ മതി. -2 മതി. 10ന് പകരം ഞാനിവിടെ -2 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഞാൻ ഒരു വട്ടം കൂടി ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യാണ്. ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് പതുക്കെ താഴോട്ട് വരും അല്ലേ, പതുക്കെ അത് താഴോട്ട് വരികയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണ്? ഈ റോക്കറ്റിനെ ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്യാനുള്ള കൺട്രോൾ കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ലെഫ്റ്റ് ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റോക്കറ്റ് ലെഫ്റ്റിലേക്ക് പോകണം, റൈറ്റ് ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോകണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവന്റ്സിനകത്ത് പോവുക, വെൻ സ്പേസ് കീസ് പ്രസ്ഡ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് നമുക്ക് കാണാൻ പറ്റും. സ്പേസ് കീ അല്ല നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് ആരോ അല്ലേ. ഇതിനകത്ത് ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് ആരോ സെലക്ട് ചെയ്യും. ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? നമ്മുടെ റോക്കറ്റ് ലെഫ്റ്റിലേക്ക് പോകണം. ലെഫ്റ്റിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് വാല്യൂ ആണോ മാറ്റേണ്ടത്, വൈ വാല്യൂ ആണോ മാറ്റേണ്ടത്? എക്സ് വാല്യൂ മാറ്റുമ്പോഴാണ് ലെഫ്റ്റ് റൈറ്റ് പോകുക അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? മോഷനകത്ത് പോയിട്ട് ചേഞ്ച് എക്സ് ബൈ ഉണ്ട്, ചേഞ്ച് എക്സ് ബൈ 10 അറ്റാച്ച് ചെയ്യുന്നു. എക്സിനെ 10 വെച്ച് അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ക്യാറ്റിനെ മൂവ് ചെയ്യുന്ന മുന്നേയുള്ള പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. 10 വെച്ച് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുക. എക്സിന്റെ വാല്യൂ 10 വെച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കറ്റ് റൈറ്റിലേക്കാണ് പോവുക. ലെഫ്റ്റ് ആരോ ഞെക്കി കഴിഞ്ഞാൽ എനിക്ക് ലെഫ്റ്റിലേക്ക് വരണം. ഒരു -10 വെച്ച് ലെഫ്റ്റിലേക്ക് വന്നോട്ടെ. സോ നമുക്ക് നോക്കാം. ഒരു വട്ടം കൂടി ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യണം, താഴോട്ട് വരുന്നത്. ഞാൻ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റിലേക്ക് പോകുന്നു അല്ലേ. റൈറ്റ് ആരോ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്നു. വെൻ റൈറ്റ് ആരോ ഈസ് പ്രസ്ഡ്, റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ +10 പോകണം അല്ലേ, റൈറ്റ് സൈഡിലേക്ക് പോകണം. അപ്പോൾ 10 ആക്കുന്നു, മൈനസ് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇപ്പോൾ നമ്മുടെ കോഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോകും, റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോകും. നമ്മുടെ കോഡ് അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊന്ന് ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് നോക്കാം, നടക്കുന്നുണ്ടോ നോക്കാം. റോക്കറ്റ് 100ലേക്ക് വരുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് പോകും, റൈറ്റ് ആരോ പ്രസ് ചെയ്യുമ്പോൾ റൈറ്റ് പോകും അല്ലേ. നമ്മുടെ കോഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണ്? ഗെയിമിനകത്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ റോക്കറ്റ് ഈ പ്ലാറ്റ്ഫോമിനെ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൻ എന്ന് എഴുതി കാണിക്കുക. ടച്ച് ചെയ്യാതെ താഴെ പോയിട്ട് ഈ എഡ്ജിനെയാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ യു ലൂസ് എന്ന് എഴുതി കാണിക്കുക. അതല്ലേ നമുക്ക് വേണ്ടത്. സോ ഈ റോക്കറ്റ്, ഈ പാഡിൽ, റോക്കറ്റ് ഷിപ്പ് എന്ന് പറയുന്ന ഈ സ്പ്രൈറ്റ്, പാഡിൽ എന്ന സ്പ്രൈറ്റിനെ ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. അതിന് വേണ്ടിയിട്ട് റോക്കറ്റ് ഷിപ്പിനകത്ത് ഞാൻ ഇങ്ങനെ കോഡ് ചെയ്യാണ്. റോക്കറ്റ് ഷിപ്പ് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ താഴോട്ട് വരുമ്പോൾ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കാൻ പോവാണ്. എന്താ ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു സ്പ്രൈറ്റിനെ ടച്ച് ചെയ്യുന്നുണ്ടോ, പാഡൽ സ്പ്രൈറ്റിനെ ടച്ച് ചെയ്യുന്നുണ്ടോ, പാഡൽ സ്പ്രൈറ്റിനെ ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈഫ് എന്ന് പറയുന്ന ബ്ലോക്കിന്റെ കൺട്രോളിനകത്ത് ഈഫിനെ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. ഈഫ് എന്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ഈഫ് ടച്ചിങ് പാഡിൽ. ഈ പാഡിലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിന്നാണ് അല്ലേ. പാഡിനകത്ത് പോയി ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വിൻ. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? പാഡിനെ ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കാൻ പോകാൻ വേണ്ടിയിട്ട് സെൻസിങ്ങിനകത്ത് ടച്ചിങ് എന്ന് പറയുന്ന ബ്ലോക്ക് ഉണ്ട്. ടച്ചിങ് മൗസ് പോയിന്റർ എന്നുള്ളതിനെ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഈഫ് ടച്ചിങ് മൗസ് പോയിന്റർ, ഇതല്ല, ഈഫ് ടച്ചിങ് മൗസ് പോയിന്ററിനല്ല നമുക്ക് നോക്കേണ്ടത്. പകരം ഈഫ് ടച്ചിങ്, അടുത്ത സ്പ്രൈറ്റിന്റെ പേര് ഇവിടെ വന്നിട്ടുണ്ടാവും. പാഡിൽ എന്ന് പറയുന്ന സ്പ്രൈറ്റിനെ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വിന്നല്ലേ. നമുക്ക് തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. പാഡിൽ നമ്മുടെ സ്പ്രൈറ്റിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വിൻ അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം? വിന്ന് പറയുന്ന ഈ ഒരു സാധനം നമ്മൾ കാണിക്കണം. യു വിൻ എന്നുള്ളത് കാണിക്കണം അല്ലേ. ഇവിടെയാണ് രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം എനിക്ക് പറഞ്ഞു തരാനുള്ളത്. റോക്കറ്റ് ഷിപ്പ് സ്പ്രൈറ്റിനകത്താണ് നമ്മൾ കോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് സ്പ്രൈറ്റ് 2 ആണ് നമ്മുടെ യു വിൻ സ്പ്രൈറ്റ് അല്ലേ. ഞാൻ ഡിസ്പ്ലേ ചെയ്യാണ്, ഷോ അടിക്കുകയാണ്. അപ്പോൾ ഇത് കാണാം. യു വിൻ എന്ന് പറയുന്ന സ്പ്രൈറ്റിനെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ റോക്കറ്റ് ഷിപ്പ് പോയിട്ട് പാഡിനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് പാഡിന്റെ മുകളിൽ ലാൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾ അസ്യൂം ചെയ്യണം. ഏതെങ്കിലും ഇത് ടച്ച് ചെയ്താൽ മതി തൽക്കാലം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു വിൻ എന്ന് കാണിക്കാൻ പറ്റണം അല്ലേ. സോ ഇവിടെ നിന്ന് ഈ റോക്കറ്റ് ഷിപ്പ് സ്പ്രൈറ്റിനകത്ത് നിന്ന് സ്പ്രൈറ്റ് 2 എന്ന് പറയുന്ന യു വിൻ സ്പ്രൈറ്റിനകത്തേക്ക് ഒരു മെസ്സേജ് നമ്മൾ അയക്കണം. യു വിൻ സ്പ്രൈറ്റ് നമ്മുടെ റോക്കറ്റ് ഇതിനെ ടച്ച് ചെയ്തിട്ടുണ്ട്, പാഡിൽ ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കാനുള്ള ഒരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യണം. അതിനുള്ള ഒരു ടെക്നിക്കാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്. നിങ്ങൾ ഇവന്റ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് 1 എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കാണാൻ പറ്റും. അത് ഞാനിവിടെ അറ്റാച്ച് ചെയ്യണം. അതായത് ഈ റോക്കറ്റ് വന്ന് പാഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പോകുന്നു. എന്ത് മെസ്സേജാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു മെസ്സേജ് 1 എന്ന് പറഞ്ഞാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. പകരം ഞാനിവിടെ ന്യൂ മെസ്സേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്യുക, ന്യൂ മെസ്സേജ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. ഞാനിവിടെ യു വിൻ എന്ന് പറഞ്ഞൊരു മെസ്സേജ് സെൻഡ് ചെയ്യണം. യു വിൻ എന്ന് പറയുന്ന ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണം. യു വിൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ അടിക്കാം. നിങ്ങൾക്ക് എന്ത് മെസ്സേജ് വേണമെങ്കിൽ സെൻഡ് ചെയ്യണം. ജസ്റ്റ് ഇതൊരു ലൈക്ക് SMS, നിങ്ങൾ വാട്സാപ്പിലൊക്കെ ഒരു മെസ്സേജ് അയക്കുന്ന പോലെ തന്നെയാണ്
ഈ റോക്കറ്റ് ഷിപ്പ് പുറത്തേക്ക് അയക്കുന്ന മെസ്സേജാണ്. ഈ റോക്കറ്റ് ഷിപ്പ് അയക്കുന്ന യുവിൻ മെസ്സേജ് പാഡിൽ സ്പ്രൈറ്റ് കിട്ടും, സ്പ്രൈറ്റ് 1 കിട്ടും, സ്പ്രൈറ്റ് 2 കിട്ടും. പാഡിൽ സ്പ്രൈറ്റിനും സ്പ്രൈറ്റ് 1 പ്രത്യേകിച്ച് അതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല, ഗുണമൊന്നുമില്ല, അവർ രണ്ടാരും അതിനെ നോക്കുന്നൊന്നുമില്ല. വേറെ സ്പ്രൈറ്റ് 2 കാര്യത്തിലാണ് നമുക്ക് വേണ്ടത്. സ്പ്രൈറ്റ് 2 എന്ത് ചെയ്യും, ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, ഈ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ, ആ മെസ്സേജ് കിട്ടിയോ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇവന്റ്സിനകത്ത് വെൻ ഐ റിസീവ് ഉണ്ടല്ലേ, വെൻ ഐ റിസീവ് യുവിൻ, ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തെങ്കിൽ എല്ലാ മെസ്സേജും കാണാൻ പറ്റും. യുവിൻ എന്നുള്ള മെസ്സേജ് മാത്രമേ നമ്മളിപ്പോൾ അയച്ചിട്ടുള്ളൂ. സോ യുവിൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ വെൻ ഐ റിസീവ് യുവിൻ, യുവിൻ എന്ന് പറയുന്ന മെസ്സേജ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്പ്രൈറ്റ് 2 ഷോ ചെയ്യണം. ലുക്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഷോ എന്ന് പറയുന്ന ബ്ലോക്ക് യു ഫൈൻഡ് അറ്റാച്ച് ചെയ്യാം. സോ ഇപ്പം സംഭവിക്കും, യുവിൻ എന്നുള്ള മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഷോ ചെയ്യും. ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഗെയിമിനെ, ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട്, ഇതിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ യുവിൻ കാണാൻ പറ്റണം. പക്ഷെ യുവിൻ എപ്പോഴും കണ്ടോണ്ടിരിക്കുക അല്ലേ, നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യുവിൻ ഹൈഡ് ആവണ്ടേ, എന്നാലേ ഇത് പ്രോപ്പർലി വർക്ക് ആവുള്ളൂ. സോ ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്യുമ്പോഴല്ലേ. സോ ഐ ഗോ ടു ഇവന്റ്സ്, വെൻ ഗ്രീൻ ഫ്ലാഗ് ഇസ് ക്ലിക്ക്, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിനെ ഹൈഡ് ചെയ്യണം. ഇതിനെ ഹൈഡ് ചെയ്യാൻ ചെയ്താൽ മതി, ലുക്സിനകത്ത് പോയിട്ട് ഹൈഡ് എന്ന് പറയുന്ന ബ്ലോക്ക് ഉണ്ട്, ഹൈഡ് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. ഇപ്പൊ എന്ത് ചെയ്യും? ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്താൽ അത് ഹൈഡ് ആവും. ഏതെങ്കിലും രീതിയിൽ ഈ റോക്കറ്റ് പോയിട്ട് ഇതിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ യുവിൻ എന്ന് കാണിക്കും. പക്ഷെ അങ്ങനെ കാണിക്കുന്നതിനൊപ്പം ഈ ഗെയിം സ്റ്റോപ്പ് ആവണില്ല, ഗെയിം കൂടെ സ്റ്റോപ്പ് ആവണ്ടേ. സ്റ്റോപ്പ് ആയാൽ മാത്രമല്ല ഒരു ഭംഗിയുള്ളൂ. ഇതിപ്പോ ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, യുവിൻ എഴുതി വന്നു എന്നല്ലാതെ. അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റോക്കറ്റ് ഷിപ്പിനകത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടെ ഈ മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്ത ശേഷം ഞാൻ ഇവിടെ ഇവന്റ്സിനകത്ത്, ഞാൻ ഇവിടെ കൺട്രോളിനകത്ത് സ്റ്റോപ്പ് ഓൾ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്. താഴോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഓൾ. ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനകത്തുള്ള എല്ലാ പരിപാടിയും സ്റ്റോപ്പ് ചെയ്യും. ഈ ടച്ചിങ് പാഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ യുവിൻ നിന്ന് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്പ്രൈറ്റ് 2 അവിടെ ഡിസ്പ്ലേ ആവും. ആ സമയം കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ഓൾ, എല്ലാ പരിപാടിയും സ്റ്റോപ്പ് ചെയ്യുക. കംപ്ലീറ്റ് ഗെയിമിനെ സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് നോക്കാം. റോക്കറ്റ് ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട്, പാഡിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അത് ഏതെങ്കിലും സമയത്ത് ടച്ച് ആയതിപ്പോൾ കുറെ താഴെയാണ്, ടച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യുവിൻ എന്ന് എഴുതി വരും അല്ലേ. വീണ്ടും ഇത് ഗ്രീൻ ഫ്ലാഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ യുവിൻ ഹൈഡ് ആയിട്ടുണ്ട്. ടച്ച് ആയി കഴിഞ്ഞാൽ യുവിൻ എന്ന് കാണാൻ പറ്റും. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് വർക്കിംഗ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് യു ലൂസ് എന്നുള്ളൊരു സ്പ്രൈറ്റ് കൂടിയാണ്. ഇതിനെ ടച്ച് ചെയ്യാതെ, പാഡിനെ ടച്ച് ചെയ്യാതെ പോയി എഡ്ജിലാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഫെയിലായി, അല്ലെങ്കിൽ ഗെയിം ഓവർ ആയി എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ അയക്കണം അല്ലേ. അതാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പരിപാടി ഇത്രേ ഉള്ളൂ. റോക്കറ്റ് ഷിപ്പിനകത്തേക്ക് തിരിച്ചു വരിക. റോക്കറ്റ് ഷിപ്പിനെ കോഡ് ചെയ്യുമ്പോൾ ഇഫ് ടച്ചിങ് പാഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ യുവിൻ എന്ന് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ഇതിന് മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണേ. ഈഫിന്റെ മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുകയാണ്. എന്നിട്ട് ഈഫ് ടച്ചിങ് പാഡിന് പകരം എഡ്ജാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു എഡ്ജിനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, റോക്കറ്റ് തുടങ്ങുന്ന പോയിന്റിൽ ഒരിക്കലും റോക്കറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, എഡ്ജിനെ ടച്ച് ചെയ്യരുത്. ഓക്കെ, റോക്കറ്റ് ഏതെങ്കിലും ഒരു എഡ്ജിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിന്നല്ല മെസ്സേജ് അയക്കേണ്ടത്, ന്യൂ മെസ്സേജ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഞാനിവിടെ ഗെയിം ഓവർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് അയക്കുകയാണ്. ഗെയിം ഓവർന്നോ യു ലൂസ്ന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുക. ഓക്കെ അടിക്കുന്നു. ഇപ്പൊ ഗെയിം ഓവർ എന്ന് പറയുന്ന ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ഗെയിം ഓവർ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ സ്പ്രൈറ്റ് 1, അതായത് ഈ ഗെയിം ഓവർ സ്പ്രൈറ്റിനെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ ഗെയിം ഓവർ സ്പ്രൈറ്റ് 1 പോകുന്നു. എന്നിട്ട് ഞാൻ അവരോട് പറയാണ്, ഈ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ വെൻ ഐ റിസീവ് ഗെയിം ഓവർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതിന് ഷോ ചെയ്യാം. ലുക്സിനകത്ത് പോവുക, ഷോ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഏത് സമയത്താണ് ഇതിനെ ഹൈഡ് ചെയ്യേണ്ടത് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഗെയിം ഓവർ എന്നുള്ള സ്പ്രൈറ്റിനെ ഹൈഡ് ചെയ്യണം. സോ വെൻ ഗ്രീൻ ഫ്ലാഗ് ഇസ് ക്ലിക്ക്ഡ് ഐ വിൽ ഹൈഡ് ഇറ്റ്. ലുക്സിനകത്ത് പോവുക, ഹൈഡ് ബട്ടൺ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, സോ ഇപ്പൊ നമ്മുടെ ഗെയിം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് മൂവ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഇതിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ, പാഡിലിനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ യുവിൻ കാണാൻ പറ്റും. നമുക്ക് പാഡിലിനെ ടച്ച് ചെയ്യാതെ നേരത്തെ ടച്ച് ചെയ്യാനുള്ള ശ്രമം നടത്തി നോക്കാം. ഓക്കെ, ഇത് പോയിട്ട് എഡ്ജിനെ ടച്ച് ചെയ്ത സമയത്ത് ഗെയിം ഓവർ എന്നുള്ള മെസ്സേജ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആഡ് ചെയ്യാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക, ചൂസ് എ ബാക്ക് ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നല്ല ബാക്ക് ഡ്രോപ്പുകളും ആഡ് ചെയ്ത് കൊടുക്കുക. രസമുള്ള ഏതെങ്കിലും ഒരു ബാക്ക് ഡ്രോപ്പ്, അതുപോലെ നെബുല എന്ന് പറയുന്ന ഈ ബാക്ക് ഡ്രോപ്പ് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. റൈറ്റ്, അപ്പോൾ നമ്മുടെ ഗെയിം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ടച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഗെയിം ഓവർ ആയിട്ടുണ്ട്. വീണ്ടും ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ റീസ്റ്റാർട്ട് ആയി. ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഗെയിം ഓവർ ആയിട്ടുണ്ട്. ഇഫ് യു ആർ ഏബിൾ ടു ലാൻഡ് ഓൺ ദിസ് പാഡിൽ യു വിൽ സീ യുവിൻ അല്ലേ, യുവിൻ എന്നുള്ള മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും. സോ നിങ്ങളുടെ ഗെയിം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗ്രീൻ ഫ്ലാഗ് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ റോക്കറ്റ് താഴോട്ട് വരുന്ന കാണാം. ലെഫ്റ്റ് റൈറ്റ് ആരോ ഞെക്കി കഴിഞ്ഞാൽ യു ക്യാൻ മൂവ് ദി ക്യാരക്ടർ ഓർ യു ക്യാൻ മൂവ് ദി റോക്കറ്റ്. ആ റോക്കറ്റിനെ കൃത്യമായിട്ട് പാഡിലിന്റെ മുകളിൽ ലാൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ യു വിൽ സി യുവിൻ എന്നുള്ള മെസ്സേജ് കാണും.
ആ റോക്കറ്റ് അവിടെ ടച്ച് ചെയ്യാതെ എഡ്ജിലാണ് പോയിട്ട് ടച്ച് ചെയ്യുന്നതെങ്കിൽ യു സി ഗെയിം ഓവർ എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾ കാണുന്നുണ്ട്. സോ കൺഗ്രാറ്റുലേഷൻസ്, സ്ക്രാച്ചിനകത്തുള്ള നിങ്ങളുടെ ആദ്യത്തെ ഗെയിം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. രസകരമായിട്ടുള്ള ഗെയിമുകളുമായിട്ട് അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം.